ഇൻഫോ പാർക്ക് കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നിലനിർത്തിക്കൊണ്ട് ടീകോമിന് വിട്ടുകൊടുക്കാതെ ഒരു എഗ്രിമെന്റിലേക്കായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് മുൻകൈയെടുത്തത്. കൊടുക്കുന്ന ഭൂമിയിൽ 12% വിൽപ്പനാവകാശത്തിന് വേണ്ടിയുള്ള തർക്കം ടീകോം ഉന്നയിച്ചിരുന്നത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിച്ച് വിൽപ്പനാവകാശമില്ലാതെ ഈ പദ്ധതി കൊണ്ടുവരിക എന്ന കരാറാണ് അവസാനമായി LDF ഗവൺമെന്റ് ടീകോവുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കരാറിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാറ് ശ്രീ ശർമ്മ ചോദിച്ചതിനകത്ത് വിൽപ്പനാവകാശം എന്ന ഒരു പ്രശ്നം കൂടി ചോദിച്ചു. സാറ് കേന്ദ്ര നിയമം SEZ സ്പെഷ്യൽ എക്കണോമിക് സോൺ, സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വന്നാൽ വിൽപ്പനാവകാശമില്ല. 247 ഏക്കറിനും ഇന്നിപ്പോൾ SEZ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. സാറ് നേരത്തെ ഉള്ള UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയ MOUയും കരട് എഗ്രിമെൻറ്റും കരട് രൂപം തയ്യാറാക്കിയതിനും മുഴുവൻ ഭൂമിയും SEZ ആക്കിയാണ് വെച്ചിരുന്നത്. പിന്നെ അവിടെ വിൽപ്പനാവകാശം എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നേ ഇല്ല. സാർ, ഇത് ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സാർ, ഈ ഗവൺമെൻറ് എമർജിംഗ് കേരള 2012 ഏപ്രിൽ നടത്താനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാർ, അതിനു മുമ്പ് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു. നമ്മൾ നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് വരുത്തുക, ഇവിടെ കാര്യങ്ങൾ നടത്തും എന്നൊരു ബോധ്യം, അതിന് നമ്മൾ എല്ലാവരും കൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ കരാർ തന്നെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്.